അബ്ദു മനാഫ് തൊട്ട് കുറച്ച് വിശാലമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരൻ അബ്ദു മനാഫ് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്ദു മനാഫിന് 4 മക്കളാണ്. അബ്ദു മനാഫ് എന്ന മനുഷ്യൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ്. അബ്ദു മനാഫിന് 4 മക്കൾ. ഒന്ന് ഹാഷിം, നമ്മളിപ്പോൾ എണ്ണ ഹാഷിം. മറ്റൊന്ന് അബ്ദു ഷംസ്. ഇവർ ഇരട്ടകളാണ്, ഹാഷിമും അബ്ദു ഷംസും. അതുപോലെ തന്നെ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ്. അതുപോലെ തന്നെ നൗഫൽ എന്ന് പറയുന്ന 4 മക്കളാണ് അബ്ദു മനാഫിനുള്ളത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഹാഷിം. ഈ ഹാഷിം എന്ന മനുഷ്യന്റെ പേര് അമ്ര എന്നാണ്. ഈ ഹാഷിം എന്ന് പേര് വരാനുള്ള കാര്യം, ഒരുപാട് ഉദാഹരണമായിരുന്നു ഹാഷിം എന്ന മനുഷ്യൻ. അമ്ര എന്ന മനുഷ്യൻ, അമ്ര ഇബ്നു അബ്ദു മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് ഉദാഹരണമായി. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണങ്ങൾ വിളമ്പുന്ന, അതിഥികളെ സൽക്കരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അങ്ങനെ സരീദ് എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം ഒരുപാട് വിതരണം ചെയ്യുന്നയാൾ. ഇതിനെ ഹഷമ എന്ന അറബിയിൽ പ്രയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഹാഷിം, അതൊരുപാട് നൽകുന്നയാൾ എന്ന പേര് ഈ ഹാഷിം എന്ന ആൾക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു കവിതയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അമ്രുൽ ഉലാ ഹഷമ സരീദ ലിഖൗമിഹി. അമ്ര എന്ന മനുഷ്യൻ ഒരുപാട് ഭക്ഷണം, സരീദ് എന്ന ഭക്ഷണ പദാർത്ഥം ആളുകൾക്ക് വിതരണം ചെയ്ത മനുഷ്യൻ. അതുകൊണ്ട് അയാൾക്ക് ഹാഷിം എന്ന് പേര് കിട്ടി എന്ന്. ഈ ഹാഷിമാണ് അറബികളുടെ യാത്രയെ ഒന്ന് ചിട്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ കൂടി. അറബികൾക്ക് പ്രധാനമായും 2 യാത്രകൾ മക്കക്കാർ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറത്ത് ഖുറൈശ് എന്ന് പറയും. സൂറത്തുൽ ഖുറൈശിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ഷിതാഇൽ ശൈത്യകാലത്ത്, തണുപ്പ് കാലത്ത് അവരൊരു കച്ചവട സംഘ യാത്ര പോകും. വസ്സൈഫ് വേനൽക്കാലത്ത് അവർ വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകും. ശൈത്യകാലത്ത് യമനിലേക്കും വേനൽക്കാലത്ത് ഷാമിലേക്കുമാണ് അവർ പോയിരുന്നത്. ഈ യാത്ര തുടങ്ങി വെച്ചയാളാണ് ഹാഷിം. മാത്രമല്ല കാബയുടെ പരിചരണം ഏറ്റെടുത്ത നേതാവ് കൂടിയാണ് ഹാഷിം. ഈ ഹാഷിം കല്യാണം കഴിച്ചിരിക്കുന്നത്, ഹാഷിം എന്ന മനുഷ്യന്റെ ഭാര്യ യസ്രിബുകാരിയാണ്. അഥവാ പിൽക്കാലത്ത് മദീന എന്നറിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ യസ്രിബുകാരിയാണ് ഹാഷിം എന്ന മനുഷ്യന്റെ ഭാര്യ. യസ്രിബിലെ ബനു നജ്ജാർ ഗോത്രം. ഈ ബനു നജ്ജാർ ഗോത്രം പിന്നീടും ചരിത്രത്തിൽ വരും. അതുകൊണ്ടാണ് ഇതിവിടെ സൂചിപ്പിച്ചത്. ഈ ബനു നജ്ജാർ ഗോത്രത്തിന്റെ അടുക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിട്ട് ആദ്യം ചെന്ന് ഇറങ്ങി താമസിക്കുന്നത് മദീനയിലെത്തുന്ന ഖുബായിൽ ബനു നജ്ജാർ ഗോത്രത്തിന്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാലുകൾ അഥവാ ഖാല് എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്നർത്ഥത്തിൽ മലയാളത്തിൽ പറയാം, ഉമ്മയുടെ സഹോദരൻ എന്നർത്ഥത്തിൽ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം ഉള്ളതുകൊണ്ട് ഹാഷിം എന്ന മനുഷ്യൻ കല്യാണം കഴിച്ചത് സൽമ ബിൻത് അംർ എന്ന് പറയുന്ന ബനു നജ്ജാർ ഗോത്രത്തിലെ, അതുപോലെ തന്നെ മദീനയിലെ അന്നത്തെ യസ്രിബിലെ ഖസ്റജ് ഗോത്രക്കാരി കൂടിയായ സ്ത്രീയാണ് ഹാഷിം കല്യാണം കഴിച്ചത്. ഈ ഹാഷിമിന്റെ മകൻ, അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹാഷിമിന്റെ മകനായ അബ്ദുൽ മുത്തലിബിനെയാണ്. അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിന്റെ പേരും അബ്ദുൽ മുത്തലിബ് എന്നല്ല. അബ്ദുൽ മുത്തലിബിന്റെ പേര് പറയും. അബ്ദുൽ മുത്തലിബിന്റെ പേര് ഷൈബത്തുൽ ഹംദ് എന്നാണ്. അതാണ് അയാളുടെ ഒറിജിനൽ പേര്, ഷൈബത്തുൽ ഹംദ്. അങ്ങനെ ഒരു പണ്ഡിതൻ പിൽക്കാലത്ത് ആധുനിക കാലത്ത് ജീവിച്ച് മരിച്ചു വരുന്നു, ഷൈബത്തുൽ ഹംദ് എന്ന വ്യക്തി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന മനുഷ്യൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ, ജനിച്ചു കുറച്ച് ചെറുപ്രായത്തിൽ തന്നെ ഹാഷിം മരിച്ചു, പിതാവ് മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഉമ്മ അബ്ദുൽ മുത്തലിബിനെയും കൊണ്ട് യസ്രിബിലേക്ക് പോയി, മദീനയിലേക്ക് പോയി. പിന്നെ വളർന്നത് ഈ ബനു നജ്ജാർ ഗോത്രത്തിൻ്റെ അടുക്കൽ. പിന്നീട് വളർന്ന് അത്യാവശ്യം കുറച്ചൊക്കെ വലുതായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാർ, നേരത്തെയുള്ള ഹാഷിം എന്ന മനുഷ്യൻ്റെ സഹോദരൻ അബ്ദുൽ ഷംസ്, മുത്തലിബ്, നൗഫൽ എന്നീ 3 സഹോദരന്മാർ കൂടി പറയും, നമ്മുടെ സഹോദരൻ്റെ മകനാണല്ലോ, അപ്പോൾ അങ്ങ് യസ്രിബിലാണ് താമസിക്കുന്നത്. നേരെ മറിച്ച് മക്കയിലാണെങ്കിൽ ഖുറൈശ് ഗോത്രത്തിൻ്റെ ഉന്നതരായ നമ്മളോടൊപ്പം താമസിക്കാം, അത് നമ്മുടെ സഹോദരൻ്റെ മകനാണ്, അപ്പോൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരന്മാർ മുത്തലിബ് എന്ന ഈ ഹാഷിമിൻ്റെ സഹോദരനെ മദീനയിൽ പോയി ഈ ഷൈബത്തുൽ ഹംദ് എന്ന അബ്ദുൽ മുത്തലിബിനെ കൊണ്ടുവരാൻ വേണ്ടി അയക്കാൻ. അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വരാനുള്ള കാരണം ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. ഈ മുത്തലിബ് എന്ന മനുഷ്യൻ, അതായത് അബ്ദുൽ മുത്തലിബിന്റെ പിതൃ, ഹാഷിമിന്റെ സഹോദരൻ,
ഇദ്ദേഹം മദീനയിലേക്ക് പോകും, കാര്യങ്ങളൊക്കെ സംസാരിക്കും, നജ്ജാർ ഗോത്രത്തോടൊക്കെ പറയും അതെങ്ങനെ നമ്മുടെ സഹോദരൻ്റെ മകനാണ്, ഇവിടെ താമസിക്കുന്നതിനേക്കാളും മക്കയിലാണ് ഞങ്ങളോടൊപ്പം അവൻ്റെ ഉപ്പയുടെ കുടുംബക്കാരോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ വളരെ ഉന്നത ഗോത്ര ഖുറൈശികളോടൊപ്പം കഅബയുടെ അടുക്കൽ അറബികളൊക്കെ ആദരിക്കുന്ന രൂപത്തിൽ അവന് കഴിയാം. അങ്ങനെ പിതാവിൻ്റെ ഗോത്രത്തിന് വിട്ടു നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടു കൂടി വിട്ടുകൊടുത്തു. അങ്ങനെ ഈ തിരിച്ച് മക്കയിലേക്ക് വരുമ്പോൾ ഒട്ടകപ്പുറത്ത് കുട്ടിനെ കൊണ്ടാണ് കൂടെ ഇരുത്തിയാണ് വരുന്നത്. അപ്പോൾ മക്കക്കാരൊക്കെ വിചാരിച്ചു ഈ മുത്തലിബ് എന്ന മനുഷ്യൻ്റെ അടിമക്കുട്ടിയായിരിക്കും ഈ കൂടെയുള്ള കുട്ടി. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ്, മുത്തലിബിൻ്റെ അടിമ എന്ന പേര് അബ്ദുൽ മുത്തലിബിന് വന്നത്. ഷൈബത്തുൽ ഹംദ് എന്ന ആ മനുഷ്യന് അബ്ദുൽ മുത്തലിബ് എന്ന പേര് വരാനുള്ള കാര്യം പിതൃവ്യനായ മുത്തലിബിൻ്റെ അടിമ എന്ന് മക്കക്കാർ ആദ്യം വിചാരിച്ചു. പിന്നെ ആ പേര് അങ്ങ് വിളിച്ച് ഒരു വിളിപ്പേര് എന്ന രൂപത്തിൽ അങ്ങ് ആ മക്കയിലെ ആളുകളൊക്കെ പറഞ്ഞ് അത് പിന്നെ ചരിത്രത്തിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടി. ഏതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം അബ്ദുൽ മുത്തലിബ് എന്നാണ് പിതാമഹനെ കുറിച്ച് പറയുമ്പോൾ പറയാം. യുദ്ധസന്ദർഭത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാടിയ ഒരു കവിത പോലെയുള്ള ഒരു ഹദീസ്, അനൻ നബിയ്യു ലാ കദീബ്, ഞാൻ ഒരിക്കലും വ്യാജനായ ഒരു നബിയല്ല. രണ്ടാമത്തെ വരി അനബ്നു അബ്ദുൽ മുത്തലിബ്, അനൻ നബിയ്യു ലാ കദീബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അപ്പോൾ അത് പിൽക്കാലത്ത് ചരിത്രത്തിൽ ആ പേരങ്ങ് സ്ഥിരപ്രതിഷ്ഠ നേടി എന്നാണ്. ഈ ഒരു അബ്ദുൽ മുത്തലിബിൻ്റെ പേര് അങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടി. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത പിതാമഹന്മാരുടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രം. ഇവരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ വളരെയധികം ആദരിക്കപ്പെട്ടിരുന്നു. ഈ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം കഅബയുടെ അടുക്കൽ ഒരു വിരിപ്പുണ്ട്. കഅബയുടെ തണലിൽ ഒരു പ്രത്യേക വിരിപ്പുണ്ട്. ആ വിരിപ്പിൽ വേറെ ആർക്കും ഇരിക്കാൻ അനുവാദമില്ല, അബ്ദുൽ മുത്തലിബിന് മാത്രം. അങ്ങനെ ആളുകൾ ആദരിച്ചിരുന്ന ഖുറൈശികൾക്കിടയിൽ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിന് എതിർവാക്കില്ലാത്ത ആളുകളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയും ആദരവോടും കൂടിയും കണ്ടിരുന്ന ആളുകളായിരുന്നു ഈ അബ്ദുൽ മുത്തലിബ് ആയിരുന്നാലും പിതാവ് ഹാഷിം ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദു മനാഫ് ആയിരുന്നാലും എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്.